കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയാവുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങി വിവിധ ക്ഷേമ പെൻഷൻ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഈ മാസം വിതരണം എപ്പോഴാകും, കുടിശ്ശിക ഒരുമിച്ച് ലഭിക്കുമോ, പുതിയ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നതിനെ കുറിച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോഴും റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാർ അടുത്ത ഘട്ട പെൻഷൻ വിതരണം വേഗത്തിലാക്കാൻ ധനവകുപ്പിനും ട്രഷറി വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 60 ലക്ഷത്തിലധികം ആളുകളാണ് ക്ഷേമ പെൻഷനുകൾ ആശ്രയിക്കുന്നത്. മാസത്തിൽ 2000 വീതമാണ് നിലവിൽ വിതരണം ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും പെൻഷൻ വിതരണം തുടരാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ 1 മാസത്തെ കുടിശ്ശിക അടക്കം 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇപ്പോൾ ശക്തമായ ചർച്ചകളുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം 3200 രൂപ വരെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇനി പെൻഷൻ വിതരണം വൈകാനുള്ള പ്രധാന കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം സമയത്ത് ലഭിക്കാത്തതും വലിയ വെല്ലുവിളിയാണെന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര വിഹിതം വൈകിയതിനാൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂർ തുക കണ്ടെത്തി വിതരണം നടത്തേണ്ട സാഹചര്യമുണ്ടായെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. ഇതിനിടെ ക്ഷേമ പെൻഷൻ വിതരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന വീട്ടമ്മമാരും വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഭാഗമാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ട് തുക എത്തുന്നവർക്കും ആദ്യം ക്രെഡിറ്റ് ലഭിക്കുക. സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുന്നവർക്ക് പിന്നീട് തുക ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സാധാരണ തുടരുന്നത്. അതിനാൽ എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കണമെന്നില്ല. ചില ജില്ലകളിൽ വിതരണം ആദ്യം ആരംഭിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ ക്ഷേമ പെൻഷൻ ഡാറ്റാബേസ് പുതുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ്. അർഹരായവരെ മാത്രം പട്ടികയിൽ നിലനിർത്തുകയും അനർഹരായവരെ ഒഴിവാക്കുകയും ചെയ്യാനുള്ള പരിശോധനകൾ പല പഞ്ചായത്തുകളും തുടരുന്നു. ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്കിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, വരുമാന വിവരങ്ങൾ എന്നിവ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് വിതരണം വൈകാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെൻഷൻ തുക 3000 ആക്കുമെന്ന ചർച്ചയും ഇപ്പോൾ വീണ്ടും സജീവമായി. തെരഞ്ഞെടുപ്പ് സമയത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ക്ഷേമ പെൻഷൻ വർധനവിനെ കുറിച്ച് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നിലവിൽ ഔദ്യോഗികമായി 3000 രൂപ പ്രഖ്യാപിച്ചിട്ടില്ല. സാമ്പത്തിക സാഹചര്യം വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നാണ് ധനവകുപ്പ് സൂചന നൽകുന്നത്. എന്നിരുന്നാലും ഭാവിയിൽ ഘട്ടം ഘട്ടമായി വർധനവ് പ്രഖ്യാപിക്കാമെന്ന പ്രതീക്ഷ ഗുണഭോക്താക്കളുടെയും നിലനിൽക്കുന്നു. കേരളത്തിലെ ക്ഷേമ പെൻഷൻ പദ്ധതികൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വയോധികർ, ഒറ്റയ്ക്കുള്ള സ്ത്രീകൾ, ശരാശരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ എന്നിവർക്കെല്ലാം ഈ പെൻഷൻ വലിയ ആശ്വാസമാണ്. പല കുടുംബങ്ങൾക്കും മാസച്ചെലവിന്റെ പ്രധാന ആശ്രയമായാണ് ഈ തുക മാറിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ വിതരണം ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയും മൊബൈൽ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഗുണഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹകരണ ബാങ്ക് ജീവനക്കാർ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന രീതിയും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം തുടരുമെന്നും കുടിശ്ശിക ഘട്ടം ഘട്ടമായി നൽകുമെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ കൃത്യമായ മാസാന്തര വിതരണം ഉറപ്പാക്കി ഇപ്പോഴും സർക്കാരിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും സംസ്ഥാനത്ത് ശക്തമാണ്.